ഒടുവിൽ ഞാൻ ഗൾഫിൽ പോയത്. ഗൾഫിൽ പോയി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരാൾ എന്നെ സഹായിക്കാൻ ഒരാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു, കൊണ്ടുപോയായിരുന്നു. അവിടെ അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് 3 കുഞ്ഞുങ്ങളെ നോക്കണമായിരുന്നു. ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എടുത്തടിക്കുന്ന പോലെ താഴെ വീണപ്പോൾ എൻ്റെ ഉള്ളിൽ ജീവനുണ്ടായിരുന്നു. വീട്ടുകാർ വന്നപ്പോൾ ചത്ത പോലെ കിടപ്പുണ്ട്. ദൈവദാസന്മാരെല്ലാം ഇവിടെ ഇന്ത്യയിൽ ദൈവദാസന്മാരിലെല്ലാം ഗൾഫിലാണ്. ദൈവദാസന്മാരെല്ലാവരെയും അറിയിച്ച് അവർ ഓടി വന്ന് പ്രാർത്ഥിച്ചു. തൊണ്ടയ്ക്ക് ഒരു തെറുപ്പ് മാത്രമേ ഉള്ളായിരുന്നു. അവർ ശവം ആശുപത്രിയിൽ കൊണ്ടുപോയി ഒക്കത്തുള്ളെന്ന് പറഞ്ഞപ്പോൾ തൊണ്ടയ്ക്ക് പിന്നെ ഒരു തെറുപ്പ് വന്ന് ആ തെറുപ്പിൽ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ പറഞ്ഞ വാക്കിതാ, ജീവനോട് എന്നെ നീ ഭൂമിയുടെ മുഖത്ത് നടത്തുകയാണെങ്കിൽ എൻ്റെ സാക്ഷിയായിട്ട് തീരുമാനം എന്നെ താഴ്ത്തിത്തരണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. പരിശുദ്ധാത്മാവിൽ 2.5 മണിക്കൂർ നൃത്തം ചെയ്ത് ഞാനിവിടെ മധ്യാകാശത്തിൽ പോയി. മധ്യാകാശത്ത് ചെന്നപ്പോൾ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മേളിൽ വലിയൊരു മേശയുടെ പുറത്തൊരു വെള്ളവിരിയുടെ പുറത്ത് വലിയൊരു ബുക്ക് തുറന്നു എന്നെ ആ മേശയുടെ മുൻപിൽ കൊണ്ട് നിർത്തിയ ആളിനെ ഞാൻ കണ്ടില്ല. 2.5 മണിക്കൂർ അവിടെ ഞാൻ നിന്നു. അവിടെ നിന്നിട്ട് കണ്ടില്ല. എന്നെ പിന്നെയും ഭൂമിയിലേക്ക് അയച്ച് എൻ്റെ വേല നീ ചെയ്യണം ഈ ചെവി മുഴങ്ങിയ ശബ്ദം. അങ്ങനെ ഈ സമയം വരെ ദൈവം നിർത്തി. എന്നിലൊന്നുമില്ല, ഞാനൊന്നുമില്ല. അനേക ഭവനങ്ങളിൽ ചെന്ന് സാക്ഷ്യം പറഞ്ഞു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനയെടുക്കും. അനേക കുടുംബങ്ങൾക്ക് ദൈവം പ്രവർത്തിച്ച്, ഞാനല്ല ദൈവം. അങ്ങനെ ദൈവം നിർത്തിയിരിക്കും. ഞാനൊന്നുമില്ല. എന്നെ എൻ്റെ കുടുംബത്തിൽ വന്ന് പ്രാർത്ഥിക്കും.